ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുഞ്ഞാവെ കാണാനായിട്ട് ബ്രോൻ്റെ വീട്ടിലോട്ട് പോയൊരു വീഡിയോ ആണ്. അവിടെ പോയത് നല്ല ഉച്ച സമയമായിരുന്നു. അപ്പം അത്ത വിളിക്കാൻ വന്നായിരുന്നു. ബ്രദറിലോ ടാക്സിലൊക്കെ കയറ്റി അങ്ങനെ വിട്ടു. ഞങ്ങളെ ടാങ്കൊക്കെ കലക്കി ഞാൻ കുറച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞാവയൊക്കെ കുറച്ച് നേരം കളിപ്പിച്ചൊക്കെ ഇരുന്നു. പിന്നെ അധികം അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോൾ വീഡിയോസ് എടുക്കുന്ന കാര്യമൊന്നും പിന്നെ ഓർത്തില്ല. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്ക് ഹസ്ബൻഡും ബ്രദറിലോയും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ വിളിക്കാനായിട്ട് വന്നു. നമ്മുടെ വീട്ടിലേക്ക് വന്ന് ഫുഡൊക്കെ മേടിച്ചുകൊണ്ടാണ് നമ്മൾ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബ്ലോക്കിലൊന്നും കറണ്ട് ഇല്ലാത്ത ഈ ചൂട് സമയം റൂമിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മുടെ കയ്യിൽ ഫുഡൊക്കെ ഉണ്ടല്ലോ, എവിടെയെങ്കിലും ഓപ്പൺ സ്പേസിൽ പോയിരുന്ന് കഴിക്കാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ വേഗം തന്നെ ഫാഹിൽ ബീച്ചിലേക്കാണ് പോയത്. മക്കൾക്ക് ഈ ഓപ്പൺ സ്പേസ് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. അവർക്ക് ചാടിക്കളിക്കാനൊക്കെ ഒരു സ്ഥലമുണ്ടല്ലോ. അങ്ങനെ വേഗം തന്നെ നമ്മളൊക്കെ കൈയൊക്കെ കഴുകിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഇരുന്നു. നമ്മൾ വാങ്ങിച്ചത് ഷവായും കുബൂസും ഹമൂസും ഒക്കെ ആയിരുന്നു. നമ്മൾ പോയിരുന്നത് നമ്മുടെ കൂടെ 2-3 പേരെയും കൂടെ ജോയിൻ ചെയ്തു. വേറെ ആരുമല്ല, നമ്മുടെ മാവുപൂച്ചകളാണ്. 1-2 പേരുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചു കഴിഞ്ഞാണ് അവർക്കും ഫുഡ് കൊടുത്തത്. കാരണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ആന്തയോ മാന്തയോ എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൂച്ചകൾക്കൊക്കെ ആഹാരം കൊടുത്ത് വേസ്റ്റൊക്കെ എടുത്ത് നമ്മൾ വേസ്റ്റ് ബിന്നിലൊക്കെ ഇട്ടതിന് ശേഷം കടലിലേക്ക് നമ്മൾ കുറച്ച് നേരം പോയി നിന്നു. ആ ഭാഗത്ത് നിന്ന് കുഞ്ഞുങ്ങളെ കുറച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്ത് അവിടെ ഒരു ചെറിയൊരു മതിൽ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങൾ കുറച്ച് നേരം കളിച്ചുകൊണ്ട് നിന്നു. കുഞ്ഞുങ്ങൾക്ക് വെള്ളമൊക്കെ കാണിച്ചു കൊടുത്തു, ഐസ്ക്രീം വണ്ടിയൊക്കെ കാണിച്ചു കൊടുത്തു. നമ്മൾ 3 പേരിൽ നിന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു. ബ്രദറിലോ ഇത്തവണ കുവൈറ്റിൽ വന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ബീച്ചിലേക്കൊക്കെ പോകുന്നത്. കറണ്ട് ഇല്ലാതെ വീട്ടിൽ പോയിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നിന്നു. നമ്മളുടെ ആകെ ഒരു ക്വസ്റ്റ്യൻ, കറണ്ട് വന്നോ എന്ന് നമ്മൾ പരസ്പരം 3 പേരും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് വന്നു. അവിടെ വന്ന് എല്ലാവരോടും ചോദിച്ചപ്പോഴത്തേക്ക് കറണ്ട് ഇതുവരെ വന്നിട്ടില്ല, ഇപ്പോഴേ വരൂല, എന്തൊക്കെയോ എററാന്നൊക്കെ പറഞ്ഞു. കറണ്ട് നാളെ വരത്തുള്ളൂ എന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോയി. എന്നെയും മക്കളെ അവിടെ ആക്കിയതിന് ശേഷം ബ്രദറിലോയും ഹസ്ബൻഡും തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നമ്മളും ജോയിൻ ചെയ്തു. പിന്നെ എന്നെയും കുഞ്ഞുങ്ങളെ അവിടെ ആക്കിയതിന് ശേഷം ഹസ്ബൻഡും ബ്രദറിലോയും തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ നമ്മളും അവരുടെ കൂടെ ജോയിൻ ചെയ്തു. മക്കൾ കളിക്കുകയും ബഹളങ്ങളും ഒക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ സ്പെൻഡായി. പിന്നെ നമ്മളെല്ലാവരും കിടന്ന് ഉറങ്ങി. പിന്നെ രാത്രി എപ്പോഴോ ആണ് കറണ്ട് വന്നതെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബ്രദറിൻ്റെ വീട്ടിൽ നിന്നിട്ട് പിറ്റേന്നത്തെ വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.